അവൾ ഇവിടുന്ന് ഇറങ്ങുന്നത് എന്നേക്കുമാണെന്നൊരു തീരുമാനം എല്ലാവരും എടുത്തു. അത് ഞാൻ മാത്രമല്ല, നന്ദനും ഉണ്ടായിരുന്നു. അത് നീ മറന്നു. അമ്മേ, പ്രാർത്ഥനയും പ്രതീക്ഷയാണല്ലോ എല്ലാ കാര്യത്തിലും വലുതെന്നാ എനിക്ക് തോന്നുന്നത്. നന്നാവില്ല. അത് മനസ്സിലാവണമെങ്കിലേ ഇനി ഉറങ്ങുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തു വെക്കാം. അത് കാണുമ്പോൾ മനസ്സിലാവും. അയ്യേ, അതൊന്നും വേണ്ട. എനിക്കതൊക്കെ കാണുമ്പോൾ ചമ്മലാവും. ക്ഷീണമുണ്ട്, താൻ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കും. വേണ്ട, ഞാൻ അടുത്ത് വന്ന് ഇങ്ങനെ ഉറക്കം നോക്കിയിരിക്കുന്നു കരുതണ്ട. ഞാൻ പുറത്തേക്ക് പോവാം. കുറച്ചുകൂടെ ഉറങ്ങിക്കും. ക്ഷീണമൊക്കെ മാറുമ്പോൾ ഒന്ന് ഫ്രഷ് ആവും. പിന്നെ മരണത്തെ തോൽപ്പിച്ച് വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വന്നതല്ലേ, ഞാൻ ഒരു സമ്മാനം തരുന്നുണ്ട്. സമ്മാനോ? എന്താ അത്? ഒന്ന് കണ്ണടച്ച്. കണ്ണടക്കേ. ശരി. അമ്മേ, അമ്മയോട് ചോദിക്കാതെ ഗാഥമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന തെറ്റായിപ്പോയി. പക്ഷേ എന്തു പക്ഷേ? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൾ അകത്ത് കയറി. അല്ലായിരുന്നെങ്കിലോ എന്നെ ദ്രോഹിച്ച ഒരുത്തിയെ ഇതിനകത്ത് ഞാൻ കയറ്റുമായിരുന്നോ? ഇത്രയും വലിയൊരു അപകടം കഴിഞ്ഞല്ലേ അമ്മേ. മാത്രമല്ല, ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാവരോടും വളരെ നന്നായിട്ടാ ഗാഥമോള് പെരുമാറിയത്. ഇതൊക്കെ ഞാനും വിശ്വസിച്ചൊരു കാലം ഉണ്ടായിരുന്നു സുമിത്രേ. പക്ഷേ അത് അങ്ങനെ വിശ്വസിച്ചപ്പോഴൊക്കെ അതിനെനിക്ക് തിരിച്ചു കിട്ടിയിട്ടുമുണ്ട്. അവൾ ഇവിടുന്ന് ഇറങ്ങുന്നത് എന്നേക്കുമാണെന്നൊരു തീരുമാനം എല്ലാവരും എടുത്തു. അത് ഞാൻ മാത്രമല്ല, നന്ദനും ഉണ്ടായിരുന്നു. അത് നീ മറന്നു. അമ്മേ, പ്രാർത്ഥനയും പ്രതീക്ഷയാണല്ലോ എല്ലാ കാര്യത്തിലും വലുതെന്നാ എനിക്ക് തോന്നുന്നത്. നന്നാവില്ല. സിത്താരയുടെ മകള് ഗാഥ ഈ കുടുംബത്തിന് യോജിക്കുന്നവളായി ഒരു കാലത്തും നന്നാവില്ല. അവള് കാണിച്ചു കൂട്ടുന്നൊക്കെ അഭിനയമാ, വെറും അഭിനയം.
അയ്യോ, ആരാ അത്? ആരാണെന്ന്? ഞാൻ ആരാണെന്ന് കണ്ടാലേ മുത്തശ്ശി അപ്പോ എന്റെ കൃഷ്ണാന്ന് വിളിക്കും. എന്റെ കൃഷ്ണ. ഇപ്പൊ പറ, എന്നോട് പരാതി എന്തേലും ഉണ്ടോ? ഒന്നുമില്ല മോളെ. നിന്നോട് എന്തിനാ മുത്തശ്ശിക്ക് പരാതി? വല്ലാതെ വേദനിച്ച് കിടന്നുല്ലേ ആശുപത്രിയില്? അതൊന്നും സാരല്ല മുത്തശ്ശി. മുത്തശ്ശി അമ്മയും എല്ലാരും വിളിക്കുന്ന ദൈവം ഉണ്ടല്ലോ എന്റെ കൂടെ. അതെ, ഈ കാണുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? ഞാനിവിടുന്ന് മാറിക്കഴിഞ്ഞാ മുത്തശ്ശിയും കൊച്ചുമോളും കൂടി വഴക്കിടുവോ? ഇല്ല, സുമിത്രയ്ക്ക് എവിടെയാ പോണ്ടേന്ന് വെച്ചാ പൊയ്ക്കോ. മോൾ എന്റെ അടുത്തുണ്ടാവും. എന്റെ ഈശ്വര. എന്റെ മോൾക്കാണോ അപകടം പറ്റിയത്? അറിഞ്ഞില്ല കേട്ടോ മുത്തശ്ശി. അതൊന്നും സാരല്ല. ഞാൻ പറഞ്ഞതല്ലേ മോളോട് ഇവിടെ മുത്തശ്ശിയുടെ കൂടെ നിൽക്കാൻ. അങ്ങനെ നിന്നിരുന്നെങ്കില് ഈ അപകടം എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? അത് വിട്ടുകള മുത്തശ്ശി, അതെല്ലാം കഴിഞ്ഞില്ലേ? അവള് എന്നെയും എത്രമാത്രം ദ്രോഹിച്ചു എന്നറിയാമോ? പിടിച്ചു തള്ളിയിട്ടിട്ട് നടക്കാൻ വരെ ബുദ്ധിമുട്ടി. ഞാനുണ്ടായിരുന്നെങ്കി അതിന് പരിഹാരം ചെയ്തന. ഒരു കാര്യം ചെയ്യ, മുത്തശ്ശിക്ക് ഏത് കാലില പരിക്ക്? ദാ ഈ കാലില്. ഞാൻ തടവി തരാം കേട്ടോ. എന്താ അമ്മേ? ദേ നോക്കേ. വാ. മുത്തശ്ശിയുടെ കാലേ നന്നായിട്ട് ഒഴിഞ്ഞു കൊടുക്കും. ഓരോ തെറ്റിനും അതിൻ്റെതായ പ്രായശ്ചിത്തം ഉണ്ടല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ പ്രായശ്ചിത്തം ചെയ്യിക്കൊന്നും അല്ല. മോള് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാ. അമ്മേ, നമ്മളിപ്പോ പുറത്തായാലോ? ഇവർ രണ്ടുപേരും നല്ല കമ്പനി ആയില്ലേ? അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ മോന്റെ അടുത്തേക്ക് ഓടി വന്നത്. ഇനിയിപ്പൊ നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കില് ഞങ്ങൾ എന്താ ചെയ്യാ? അല്ലേ മുത്തശ്ശി?